CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ഏരിയ സമ്മേളനത്തിന് വേണ്ടി റോഡ് തടഞ്ഞുകൊണ്ട് കെട്ടിയുയർത്തിയ സ്റ്റേജ് നിർമ്മാണവും നിയമലംഘനവും അതീവ ഗൗരവമായി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ അടക്കം പേരിൽ കേസെടുക്കാനാണ് ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ സ്പീക്കർ M വിജയകുമാറും അടക്കമുള്ള പ്രഗത്ഭരെല്ലാം വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ കുഴികുത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിലും ലോക്കൽ നേതാക്കളുടെ പേരിലും പോലീസ് കേസെടുത്തെങ്കിലും, അതും കോടതി ആവശ്യപ്പെട്ടപ്പോൾ കേസെടുത്തെങ്കിലും, ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ച നേതാക്കളുടെ പേരിൽ കേസെടുത്തിരുന്നില്ല. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ്ടും കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും വിചിത്രം, ഇതേ കാലയളവിൽ തന്നെ സെക്രട്ടേറിയറ്റിന് നടയിൽ CPIയുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് കൗൺസിൽ റോഡ് തടഞ്ഞുകൊണ്ട് നടത്തിയ ഇതുപോലുള്ള സമ്മേളനവുമായി ബന്ധപ്പെട്ട് CPI നേതാക്കളുടെ പേരിൽ കേസെടുത്തു കഴിഞ്ഞു. കൊച്ചിയിൽ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് MLA വിനോദും DCC പ്രസിഡന്റ് ഷിയാസും അടക്കമുള്ളവർ നടത്തിയ നിയമലംഘനത്തിനെതിരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുത്തു. അതേസമയം CPM നേതാക്കളുടെ പേർ പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ മടിക്കുകയാണ് പോലീസ്. നമ്മുടെ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിലെങ്കിലും നമ്മുടെ നിയമത്തിന് മുന്നിൽ, നീതിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന നമ്മുടെ ഭരണഘടനയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് കഴിയേണ്ടതല്ലേ? ഈ ചോദ്യമാണ് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം CPM സമ്മേളനത്തിന് വേണ്ടി ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിച്ച് അവിടെ പ്രസംഗിച്ച ആളുകളെ കുറിച്ച് പോലീസിന് അറിയില്ല. ആദ്യഘട്ടത്തിൽ 500ഓളം പേരുടെ പേരിൽ കേസെടുത്തെങ്കിലും ഒരു നേതാവിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നില്ല. കോടതി ആളെടുത്തപ്പോഴാണ് ചില നേതാക്കളുടെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെയും പേരിൽ കേസെടുത്തത്. അതും പോരാ, വേദിയിൽ പ്രസംഗിച്ച സംസ്ഥാന നേതാക്കളുടെ അടക്കം പേരിൽ നടപടിയെടുക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ മുഖം നോക്കാതെ നിയമം ലംഘിക്കുന്ന ആർക്കെതിരെയും, അത് സ്വന്തം പാർട്ടിക്കാരായാലും, നടപടിയെടുക്കണം എന്ന ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ സർക്കാരിന് കഴിയേണ്ടതാണ്. പോലീസിനെ തങ്ങളുടെ അജ്ഞാനവർത്തികളായി മാത്രം ഉപയോഗിക്കുമ്പോൾ പോലീസ് എന്ന നിയമപാലകരുടെ സേന തന്നെ അർത്ഥമില്ലാത്തതായി മാറുകയാണ്. അങ്ങനെ പോലീസ് നിർവീര്യമാകുകയും നിയമത്തെ കയ്യൂക്കൊള്ളവൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അരാജകത്വം വരിക. സാധാരണ ജനങ്ങൾ നിയമം കയ്യിലെടുത്താൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ആ ഘട്ടത്തിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പാണ് ഹൈക്കോടതി സംസ്ഥാനം ഭരിക്കുന്ന CPMനും ഇടതുപക്ഷത്തിനും നൽകുന്നത്.